കൊല്ലം പുനലൂർ മണിയാറിൽ കർഷകന്റെ വാഴകൃഷി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പുനലൂർ മണിയാർ കാവിൽ വീട്ടിൽ വേണുഗോപാലന്റെ വാഴകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ഏത്തൻ, റോബസ്റ്റ തുടങ്ങിയ ഇനങ്ങളിലെ കൊലയ്ക്കാറായ 40ഓളം വാഴകളാണ് സാമൂഹ്യ വിരുദ്ധർ ചവിട്ടിയോടിച്ച് നശിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് വേണുഗോപാൽ പുനലൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് വേണുഗോപാൽ പറയുന്നു. നാളുകളായിട്ട് ഈ ഏലായിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറുകയാണ്. വൈകുന്നേരമായാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ചെറുപ്പക്കാർ വന്ന് സ്ഥിരമായി മദ്യപിക്കുക, മറ്റ് ലഹരികളും വിതരണമോ ഉപയോഗമോ ഒക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലത്ത് മിനിഞ്ഞാന്ന് രാത്രി ഒരു കൂട്ടം ചെറുപ്പക്കാരാവാനാണ് സാധ്യത. കാര്യം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിന് വന്ന് തെളിച്ച് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രാത്രി ഒരു അസമയമായതിനു ശേഷമാണ് എൻ്റെ ഒരു 10,000 രൂപ കൂടുതൽ നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള വാഴകൾ മുഴുവൻ വലിച്ചൊടിച്ച് ആന കയറി മതിക്കുന്ന രീതിയിൽ മൊത്തം വലിച്ചൊടിച്ച് നാശമാക്കി. ഈ നഷ്ടപരിഹാരം ആര് തരുമെന്നുള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്കത് പ്രയോജനപ്പെടുത്തുന്നില്ല. ഉത്തരവാദിത്വമുള്ള ഈ ഭരണാധിപന്മാർ ഇത് വളരെ അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതിനെതിരായിട്ട് ചുടുകട്ട തൊട്ട് ഈ പുത്ത ഏല മുഴുവൻ സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരിൽ മദ്യപാനികളുടെ ഒരു താവളമായി മാറുകയാണ്. വെളിയിൽ നിന്നുള്ള ഒരുപാട് പിള്ളേർ ഇവിടെ വന്ന് ഇതിൽ പങ്കുചേരുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾക്കതിനെ എതിർക്കാൻ പറ്റുന്നില്ല. എതിർത്താൽ ഒരു സംഘം ചേർന്ന് അവരെ ഓരോരുത്തരെയായിട്ട് ഉപദ്രവിക്കുന്ന ഒരു തയ്യാറെടുപ്പിൽ അത്രയ്ക്ക് മര്യാദയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഓരോരുത്തരും പെരുമാറുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഇതിനെതിരെ ഗവൺമെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ എങ്ങനെയെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ നഷ്ടം എനിക്ക് ആര് തരും എന്നുള്ളതാണ്. ഇത് ചെയ്ത് ഇത്ര കാലത്തെ 6 മാസത്തെ കഷ്ടപ്പാടാണ്. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്ന യുവാക്കൾ ഉൾപ്പെടുന്ന സംഘം മദ്യപാനത്തിനും മറ്റ് ലഹരി ഉപയോഗത്തിനും കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. നേരം സന്ധ്യയായാൽ സംഘമായി എത്തുന്ന ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒരു വാക്ക് മിണ്ടാൻ പോലും പ്രദേശവാസികൾക്ക് ഭയമാണ്. ഇത്തരക്കാരുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്ന ഭയമാണ് ഈ സാമൂഹ്യ വിരുദ്ധർ മുതലെടുക്കുന്നത്. അതിനാൽ കൂട്ടത്തോടെ ലഹരി ഉപയോഗിക്കാൻ എത്തുന്ന ഈ സംഘങ്ങൾ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇവർ തന്നെയാണ് തന്റെ വാഴകൃഷി നശിപ്പിച്ചതെന്നും മാസങ്ങളുടെ കഠിനാധ്വാനം വൃദ്ധാവിലായെന്നും ഇതുകൂടാതെ 15,000ഓളം രൂപയുടെ നഷ്ടവും ഈ സാമൂഹ്യ വിരുദ്ധർ കാരണം തനിക്ക് ഉണ്ടായി എന്നും വേണുഗോപാൽ പറയുന്നു. ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാമൂഹ്യ വിരുദ്ധരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തനിക്ക് നീതി നടപ്പാക്കി തരണമെന്നും കർഷകനായ വേണുഗോപാൽ ആവശ്യപ്പെടുന്നു. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.